ഇനി ഞാൻ പറയട്ടെ, എന്റെ പൊന്നു മെർലിനെ, ഇന്നത്തെ ദിവസം വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പൊ നിനക്ക് ഇന്നത്തെ ദിവസം തന്നെ പോണോന്ന് അത്ര നിർബന്ധമുണ്ടോ? ഞാനാണെങ്കിൽ കാത്തിരുന്നൊരു ദിവസമാണിന്ന്. അത് എന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ, എന്റെ ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്കൊരു ദിവസം വേണ്ടേ മെർലിനെ? അപ്പൊ പിന്നെ താനിന്ന് പോകണ്ട. പോകണ്ടെന്നല്ല, പോകാതിരുന്നു നാളെ പോകൂടെ? ചക്കച്ചില്ല മുത്തല്ല തേങ്ങ പാഴേ. ആ ശരി, താൻ പൊക്കോ. അല്ലല്ല, പൊക്കോ പൊക്കോ പൊക്കോ. അയ്യോ പൊക്കോ, ആ തിരിച്ചോണ്ട് പറഞ്ഞു പോരെ. ശരി ശരി. ഓ ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്തേ മോനെ അളിഞ്ഞിരിക്കണേ? ഒന്നുമില്ല. വാലന്റൈൻസ് ഡേ ആയിട്ട് ഒന്നാണ് പരിപാടി? തേങ്ങ ടൂർ പോയി. ആര് മെർലിനാ? നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നിനക്ക് പ്രേമിക്കാൻ അറിയാൻ പാടില്ല. അതറിയുമായിരുന്നെങ്കിൽ മെർലിൻ ഇപ്പൊ പോത്തില്ലായിരുന്നു. അതെ അമ്മായി, അമ്മയുടെ ചോദിച്ചു നോക്കുക. അല്ല അമ്മായി, എടേ പൈസ ആണെങ്കിൽ എന്റെ 5 പൈസ ഇല്ല, എന്റെ അടുത്ത് ചോദിക്കണ്ട. എടോ കാശിന്റെ കാര്യം അല്ലടോ. പിന്നെ അല്ല, ഞാൻ പറയായിരുന്നേ ഇവര് പ്രേമിക്കാൻ അറിയാൻ പാടില്ലാന്ന്. ഓ, അത് ഇവന് കൊഞ്ചാനും കൊഴിയാനും മാത്രല്ലേ അറിയാവൂ. ചുമ്മാ ആച്ചിലൊന്നും പറയല്ലേട്ടാ. എന്റെ ആത്മാർത്ഥ പ്രണയത്തിനെ ചുമ്മാ ആച്ചില്ലാത്ത രീതിയിൽ വളച്ചൊടിക്കില്ലേ? അല്ല, എന്താണ് പെട്ടെന്ന് പ്രണയം പ്രേമം? വാലന്റൈൻസ് ഡേക്ക് അല്ലേ മെർലിൻ ചേച്ചി ടൂർ പോയി. ഓ അതായിരുന്നു. അയ്യോ, ഇന്നാണോ വാലന്റൈൻസ് ഡേ? എന്താടി എന്റെ ശിവ, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിക്കണ്ട. ആ ഷിബു റോക്സ് അവിടെ എവിടെങ്കിലും കാണും. എന്റെ ദൈവമേ, എന്റെ ഷിബുവായിട്ട് നല്ല പറ്റിയൊരു ഗിഫ്റ്റ് എനിക്ക് തന്നാ മതിയായിരുന്നു. അല്ല മായി, അവനെല്ലാം ഓർമ്മയുണ്ടാവും. എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുകയും ചെയ്യും. അവനെ കള്ളൻ കേട്ടല്ലോ കേശു. അതൊക്കെ തന്നെ ഞാനും സിദ്ധു. ഞങ്ങൾ ഇന്നൊരു പൊളിക്കും. ഇവിടെ മുങ്ങിക്കൊണ്ട് ഇവിടെ ഇരുന്നോ. എന്താണ് എല്ലാരും കൂടെ ഒരു ചർച്ച? അതെന്താന്നറിയോ? അതൊന്നുമില്ല. യു വെയിറ്റ് ഹിയർ, ഇപ്പൊ വരാം. എന്താണ്? എന്നാ ഹാപ്പി വാലന്റൈൻസ് ഡേ. വിടി. താങ്ക്സ്. ഷർട്ട് ഉമ്മി. യെസ്. നീ എന്നെ ഞെട്ടിച്ചളഞ്ഞു കേട്ടാ. ഇനി എന്നെ ഞെട്ടിക്കും. എങ്ങനെ? ഗിഫ്റ്റ് തന്ന്. എന്റെ ഗിഫ്റ്റ് എവിടെ? അയ്യോ, സത്യം പറഞ്ഞ ഇന്ന് വാലന്റൈൻസ് ഡേ എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. എന്റെ പൊന്നളിയാ, ഇവിടെ കിടന്ന് ഇത്ര നേരം എന്തിനൊക്കെ ആയിരുന്നു തള്ളത്തറിയൂ. എടാ എന്തായിരുന്നു കുഴപ്പമായ? അളിയാ പ്രശ്നം ആവുമോന്നോ? അളിയന്റെ കഞ്ഞി ഓടി ഇന്ന് മുട്ടും. അളിയ കുഴപ്പമായ? പിന്നെ ഇത്ര നേരം ചേച്ചി ഇവിടെ കിടന്ന് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നതെന്ന് അറിയോ? ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ അടിച്ച് പൊളിക്കും, സിദ്ധുവിനെ ഞെട്ടിക്കും എന്നൊക്കെയാണ് തള്ളിക്കൊണ്ടിരുന്നത്. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ? പിന്നെ ഇല്ലേ, പറഞ്ഞില്ലേ അമ്മായി? ഇല്ലേ? എന്നാലും ആളിയ മണ്ട തന്നെ കേട്ടാ, രാജമണ്ടായി. എന്നെ പൊന്നടിയാ, നൈസിൽ ചേച്ചിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ, നിന്നെ കൊണ്ടുള്ള സർപ്രൈസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് സെറ്റ് ചെയ്യാൻ തുടങ്ങിയ പോരായിരുന്നാ? ആ സമയത്ത് അങ്ങനൊന്നും ഐഡിയ വന്നില്ലടാ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ എന്തോ ചെയ്യുന്നുള്ള ഒന്നും ചെയ്യാനില്ല, അത് കഴിഞ്ഞു.
അളിയ ഉം. എന്താടാ തങ്കു മൈ ബോയ്. എനിക്ക് സന്തോഷായി. എന്തിന് അത് അളിയ അറിഞ്ഞണ്ട. ഷർട്ട് കൊള്ളാം. എന്താണ് ഷർട്ട് കൊള്ള. എന്തായാലും അളിയനുള്ളിലും സംസാരിച്ച് നിൽക്ക്, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. ഓക്കെ, നീ എവിടെ പോണു? ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോണു. ഇനിയിപ്പൊ പിണക്ക് ഞാൻ എങ്ങനെ മാറ്റുമോ? നിനക്ക് എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയൊന്നുമില്ല. അല്ലെങ്കിൽ പ്രേമം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് ശരിയല്ല. ആ അതെ, അത് നീ നിന്റെ അനിയനോട് പറഞ്ഞു കൊടുക്ക്. എൻ്റെ അടുത്ത് മാത്രമല്ല, എല്ലാരോടും കൂടെ പറഞ്ഞു കൊടുക്കണം. என்ன லட்சு, ரொமான்ஸ் வந்து எப்பவுமே சூப்பர் தானேப்பா. തേങ്ങ. എന്തല്ലേ ചേച്ചി, സാഡ് ആണോ? എന്തായാലും നിന്റെ അത്രയില്ല. ലച്ചുന് എന്തു പറ്റിയതാടാ? അളിയൻ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല അമ്മൂമ്മ. അതിന് അവിടെ പിറന്നാളൊന്നും അല്ലല്ലോ ഇന്ന്. പിറന്നാളല്ല, പക്ഷെ ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ. വാലന്റൈൻസ് ഡേ ആയിട്ട് ലച്ചു സിദ്ധുവിന് ഗിഫ്റ്റ് കൊടുത്തു. പക്ഷെ സിദ്ധു വാലന്റൈൻസ് ഡേ ആണെന്ന കാര്യം മറന്നുപോയി. എന്തൊക്കെയായിരുന്നു ഷോ എന്നൊക്കെ പറഞ്ഞ അങ്ങ് ടോപ്പ്. നിന്നെ മെറിലും തേച്ചില്ലേ? വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക്, അവള് വേറെ ആരെങ്കിലും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുമായിരിക്കും. കുത്തുന്ന വർത്താനം പറയല്ലോ കേട്ടോ. ചേട്ടാ, വാലന്റൈൻ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തരണേ. അവളുടെ വാലന്റൈൻസ് ഡേ ആദ്യം മര്യാദക്ക് പറയാൻ പറ്റിയിടി. എന്നിട്ട് വാലന്റൈൻ അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഇപ്പൊ എന്തിനാ ആഘോഷിക്കുന്നേ? അതൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മ ചുമ്മാ ഇരിയമ്മ. അങ്ങനെ അങ്ങ് കൊച്ചാക്കല്ലേ ഗൗരി. ഞാനും പ്രേമിച്ചിട്ടൊക്കെ ഉണ്ട്. അത് അപ്പൂപ്പൻ അറിയായിരുന്നു. അപ്പൂപ്പനെ പ്രേമിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്കറിയാം, പെണ്ണ് കാണാൻ വന്നപ്പോ ആപ്പിള് പോലെ ഇരിക്കുന്ന പയ്യനല്ലേ? മോൻ എന്താ ലച്ചുവിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാഞ്ഞ്? അത് ഞാനൊരു നമ്പർ ഇറക്കിയതല്ലേ. നമ്പർ ഇറക്കിയതുകൊണ്ട് എന്താ ലച്ചൂസിന്റെ അടുത്ത് പിണങ്ങി? എങ്കിൽ പിന്നെ ആ സത്യം അങ്ങ് പറയാല്ലേ. നിന്റെ നമ്പറേ നീ നിന്റെ പോക്കറ്റിൽ തന്നെ വെച്ചാ മതി. ലച്ചു ഭയങ്കര പിണക്കത്തിലാണല്ലോ. ഓ, പിണക്കത്തിലാണല്ലേ. അങ്ങനെയാണെങ്കിലേ കനകാരി, ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ഡിന്നർ വേണ്ട കേട്ടോ. ഏയ്, നമ്മളല്ല, ഞാനും എന്റെ ലച്ചൂസും മാത്രം. സിദ്ധേ, എന്താണ് പരിപാടി? ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അതുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ നല്ലൊരു ഹോട്ടലിൽ ഞാൻ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ റിസർവ് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി. ലച്ചു, ലച്ചു, നീ എന്തൊന്നും മിണ്ടാത്ത? ചേച്ചി വേറൊരുത്തം വിട്. കണ്ടാ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു സിദ്ധു ഇത് മറക്കൂലെന്ന്. കണ്ടടാ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. സിദ്ധു follow me. അളിയാ ഉള്ളത് തന്നെ ആണോ? ബുക്ക് ചെയ്താണ് അല്ലേ? അല്ല, ഞാൻ നേരത്തെ റിസർവ് ചെയ്തായിരുന്നു. ആ, ചെല്ലട്ടെ. എനിക്കെന്നാണോ ഡിന്നറിന് പോകാനൊക്കെ യോഗം കിട്ടും. എന്താ നീ ക്യാരറ്റ് കരണ്ട് തിന്നടി തിന്നെ.